പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ഹിരണ്യ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വളരെ കുറച്ചു മാത്രമാണ് ആ ഒരു പുസ്തകത്തിൽ ഹിരണ്യ ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പരമഹംസ യോഗാനന്ദൻ 1936 ജൂൺ 19 ബോംബെയിലെ ഒരു ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് തികച്ചും വിചിത്രമായ ഒരു പ്രകാശം അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തുകയും അദ്ദേഹം നോക്കുമ്പോൾ ആ ഒരു പ്രകാശം പതിയെ പതിയെ ശ്രീ യുക്തേശ്വരന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. മാംസവും രക്തവും കൊണ്ടുള്ള ഒരു രൂപം. അദ്ദേഹത്തിന് അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരു തന്നെയാണ്. ശ്രീ യുക്തേശ്വരന്റെ രൂപമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ആദ്യം പ്രകാശമായും പിന്നീട് അത് ആ ഒരു രൂപത്തിലേക്കും പ്രാപിച്ച് എത്തിയിരിക്കുന്നത് എന്ന് ഈ പരമഹംസയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഗുരു ഈ പരമഹംസ യോഗാനന്ദയോട് ഒരിക്കൽ ആവശ്യപ്പെടുകയാണ് കുംഭമേളയിൽ പോകാനും പങ്കെടുക്കാനും. അങ്ങനെ പരമഹംസ യോഗാനന്ദ ആ ഒരു കുംഭമേളയിൽ പോകുന്ന സമയത്താണ് പരമഹംസയുടെ ഗുരുവായിട്ടുള്ള ശ്രീ യുക്തേശ്വരൻ അദ്ദേഹത്തിന്റെ ദേഹം വെടിയുന്നത്. അപ്പോൾ തിരിച്ചെത്തുമ്പോൾ ഗുരുവിന്റെ ജീവനില്ലാത്ത ശരീരമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ പരമഹംസ കാണുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഗുരുവിനെ നേരിൽ കാണുന്നത്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇരുവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എവിടെയായിരുന്നു ഗുരുവിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾ പരമഹംസൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പരമഹംസയുടെ മുമ്പിൽ നിൽക്കുന്ന ഗുരു എന്ന് പറയുന്നത് മാംസവുമുള്ള അല്ലെങ്കിൽ രക്തവുമുള്ള ഒരു സാധാരണ ശരീരമാണ്. അതായത് ഒരു ഫിസിക്കൽ ബോഡി ആയിട്ട് തന്നെയാണ് പരമഹംസയ്ക്ക് ഇതിനെ അനുഭവപ്പെടുന്നത്. എന്നാൽ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൂക്ഷ്മ രൂപമായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു അവസ്ഥയായിട്ടാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത്. എന്നിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റതാണ്, പക്ഷേ ഭൂമിയിലല്ല, മറിച്ച് ഒരു സൂക്ഷ്മ ഗ്രഹത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ആ സൂക്ഷ്മ ലോകമാണ് ഹിരണ്യ ലോകമെന്ന് അറിയപ്പെടുന്നത്. ഈ ഹിരണ്യ ലോകത്ത് താമസിക്കുന്നവര് ആത്മീയമായിട്ട് വളരെ പുരോഗതി നേടിയവരാണ്. അവരെല്ലാം ഭൂമിയിലെ അവരുടെ ഒടുവിലത്തെ ജന്മത്തിൽ ഭൗതിക ശരീരം ബോധപൂർവം മരണസമയത്ത് വെടിയാനുള്ള ജ്ഞാനം നേടിയെടുത്തതിന് ശേഷം ആ ശരീരം വെടിഞ്ഞവരാണ്. അതായത് മോക്ഷം നേടിയവരാണ് ഹിരണ്യ ലോകത്തുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ ഹിരണ്യ ലോകവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം? ഈ ഹിരണ്യ ലോകവും സ്വർഗവും ഒന്നല്ല എന്നാണ് പല ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ഒരു ഇടമാണ്. അതേസമയത്ത് ഹിരണ്യ ലോകം എന്ന് പറയുന്നത് മോക്ഷം കിട്ടുന്നവർക്ക് മാത്രം എത്താൻ കഴിയുന്ന, അതായത് അത്രയും ജ്ഞാനികളായിട്ടുള്ള ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ജീവനുകൾ മാത്രമുള്ള ഒരു ലോകമാണ്. ഹിരണ്യ ലോകത്തെ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഒരു PhD റിസർച്ച് ലാബായിട്ടാണ്. ഏറ്റവും ഉയർന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം പോകാൻ കഴിയുന്ന അൾട്ടിമേറ്റ് ട്രൂത്ത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരിടം. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ സ്പോട്ടാണ്. ഒരു ടെസ്റ്റ് പാസ്സാവുന്ന ആളുകൾക്ക് പോകാൻ കഴിയുന്ന ഒരു സ്പോട്ട്. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ നല്ല ജീവിതം നയിക്കുന്ന, നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവര്, തെറ്റുകൾ ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവര് സ്വർഗത്തിൽ പോവും. കുറെ കാലം സ്വർഗത്തിലായിരിക്കും അവർ കഴിയുക. പിന്നെയും അവർക്ക് അവിടെ നിന്ന് പുനർജനിക്കേണ്ടതായിട്ട് വരും. ഈ ഹിന്ദുമത വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ധാർമ്മിക് റിലീജിയൻസിൽ പറയുന്നത്, അത് ഹിന്ദു, ബുദ്ധ, ജൈന വിശ്വാസങ്ങളിലെല്ലാം പറയുന്നത്, ഒരു മനുഷ്യൻ ജനിക്കുന്നു, അയാളുടെ ആ ഒരു ജീവിത കാലയളവിൽ അയാൾ നല്ല രീതിയിൽ സത്യസന്ധനായി നല്ല മനുഷ്യനായി ജീവിച്ചാൽ അയാൾക്ക് പിന്നീട് സ്വർഗത്തിലേക്ക് പോകാം. ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ അയാൾ വീണ്ടും എന്ത് ചെയ്യാണ്? പുനർജനിക്കുകയാണ്. വീണ്ടും അയാൾ നല്ല രീതിയിൽ ജീവിച്ചാൽ സ്വർഗത്തിന് പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ നരകത്തിലേക്ക് പോകും, പിന്നെയും പുനർജനിക്കും. അന്തിമമായിട്ടൊരു മനുഷ്യൻ മോക്ഷം നേടുക എന്ന് പറയുന്നത് ആണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ വളരെ ഉയർന്ന നോളജുള്ള ആൾക്കാർ, അത്രയും ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ ലോകമാണ് ഹിരണ്യ ലോകം എന്നാണ് പറയപ്പെടുന്നത്. ഹിരണ്യ ലോകത്തെത്തുന്നവർക്ക് പിന്നീട് ഒരു റീബർത്ത് എന്ന് പറയുന്നത് ഉണ്ടാകില്ല. ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സൂക്ഷ്മ ലോകമായിട്ടുള്ള ഹിരണ്യ ലോകത്തെത്തുന്നത്. അവരേതെങ്കിലും ഒരു മിഷൻ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവർക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടി മാത്രമേ തിരികെ വരാറുള്ളൂ. അല്ലാതെ അവർക്കൊരു പുനർജന്മം എന്ന് പറയുന്നത് ഉണ്ടാകില്ല എന്നും പുരാണങ്ങളിൽ പറയുന്നു. എന്നാൽ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ 14 ലോകങ്ങൾ എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ തന്നെ. ഈരേഴു 14 ലോകങ്ങൾ എന്നാണ് പറയുന്നത്. 7 മുകളിലും 7 താഴെയും എന്നാണ് പറയുന്നത്. 7 ലോകങ്ങൾ, മുകളിലുള്ള 7 ലോകങ്ങൾ ഏതൊക്കെയാണ്? ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം,
മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഇനി താഴേക്കുള്ള ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം. ഈ ഓരോ ലോകങ്ങളിലും ഓരോ ഭരണരീതികളും ഓരോ വിചിത്രമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേറെ വീഡിയോകളിൽ സംസാരിക്കാം. അപ്പോൾ ഈ ലോകങ്ങളിൽ, ഈ 14 ലോകങ്ങളിൽ നമുക്ക് ഹിരണ്യ ലോകം എന്ന് പറയുന്ന ഒരു ലോകത്തെക്കുറിച്ച് കേൾക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കാണാൻ കഴിയില്ല. ഈ ഹിരണ്യ ലോകം അപ്പോൾ എവിടെയാണ്? അവിടെ പൊതുവെ ഈ നമ്മൾ പറയപ്പെടുന്നത് ഈ സത്യലോകം എന്ന് പറയുന്നത് തന്നെയാണ് ഹിരണ്യ ലോകം എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. സത്യലോകമാണ് ഈ 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഉയർന്ന, ഹയ്യസ്റ്റ് എന്ന് പറയാവുന്ന ലോകം എന്ന് പറയുന്നത്. ഇത് ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകമാണ്. അതായത് ഇവിടത്തെ അധിപൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ഈ ഒരു ലോകമാണ് സത്യത്തിൻ്റെ അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ അവസാനത്തെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ലോകമെന്നാണ് പറയുന്നത്. മോക്ഷം കിട്ടുന്ന അല്ലെങ്കിൽ മോക്ഷം നേടുന്ന ആത്മാക്കൾ എത്തുന്നത് ഈ സത്യലോകത്താണ്. ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ മഹാജ്ഞാനം നേടിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഈ ലോകത്തിലേക്ക് എത്താൻ സാധിക്കും. നേരത്തെ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞ ആ ഒരു നമ്മുടെ പരമഹംസയുടെ ഗുരു, അദ്ദേഹം അങ്ങനത്തെ ഒരു ആളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത്, ഈ സത്യലോകത്തിലേക്ക് എത്തിയിട്ടുള്ള ആളാണ് ബാബാജി പോലെയുള്ള ആൾക്കാരെന്നും പറയപ്പെടുന്നു. അപ്പൊ എന്തായാലും ഇത് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ലോകമാണ്. സത്യലോകം, ബ്രഹ്മലോകം, ഹിരണ്യലോകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. ഇത് സ്വർഗലോകത്തേക്കാൾ മഹത്തരമായതും ഉയർന്നതുമാണ്. സ്വർഗലോകം എന്ന് പറയുന്നത് കുറെ കൂടി ഫിസിക്കലായിട്ടുള്ള, എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ്. അത് താൽക്കാലികമാണെന്നാണ് ധാർമ്മിക് റിലീജിയൻസിൽ പറയുന്നത്. എന്നാൽ മറ്റ് അബ്രഹാമിക് റിലീജിയൻസിൽ സ്വർഗലോകം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. കാരണം അവിടെ റീബർത്ത് എന്ന് പറയുന്നത് പറയപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ റീബർത്ത് ഉണ്ട്. അതിൽ നിന്ന് മോക്ഷം കിട്ടുമ്പോൾ മാത്രമേ സത്യലോകം എന്ന് പറയുന്ന ആ ഒരു ഹയർ ആയിട്ടുള്ള, ഹയ്യസ്റ്റ് ആയിട്ടുള്ള ലോകത്തിലേക്ക് എത്തൂ എന്നുമാണ് പറയപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.